നമസ്തേ. പൗരത്വ ഭേദഗതി നിയമം CAA ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിളിന് വിരുദ്ധമാണെന്നൊരു പ്രചാരണം നടക്കുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇന്ത്യൻ മണ്ണിൽ എല്ലാ വ്യക്തികൾക്കും, അവിടെ വ്യത്യാസമൊന്നുമില്ല, പൗരന്മാരെന്നോ പൗരന്മാരല്ലാത്തവരെന്നോ ഒരു വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യൻ മണ്ണിൽ എല്ലാ വ്യക്തികൾക്കും നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം ഉറപ്പാക്കണം. അത് നിഷേധിക്കാൻ പാടില്ല. അതുപോലെ നിയമത്തിൻ്റെ മുന്നിൽ തുല്യതയും ഭരണകൂടം ഉറപ്പാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ആ ആർട്ടിക്കിൾ പറയുന്നത്. അത് ഏതൊരു വ്യക്തിക്കും നിയമത്തിൻ്റെ മുന്നിൽ തുല്യതയും നിയമത്തിൻ്റെ തുല്യ സംരക്ഷണവും ഭരണകൂടം നിഷേധിക്കാൻ പാടില്ല. ഇതാണ് വാസ്തവത്തിൽ ആ ആർട്ടിക്കിളിൽ പറയുന്നത്. അതെങ്ങനെയാണ് CAA ബാധിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ ഇനി ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തിൽ ഈ കുറേ ആൾക്കാരെ ഒഴിവാക്കിയിട്ടാണ്, മുസ്ലിങ്ങളെ ഒഴിവാക്കി, പൗരത്വം കൊടുക്കുന്നതിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ ഒഴിവാക്കിയിട്ടാണ് ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് നിലനിൽക്കുന്നതല്ല. അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഏത് നിയമവും എടുത്തു നോക്കിക്കോ, ഭരണഘടന തന്നെ എടുത്തു നോക്കിക്കോ. ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടന ഒരുപാട് പ്രൊവിഷൻസ് നിങ്ങൾക്ക് റദ്ദ് ചെയ്യേണ്ടി വരും. ഏതാണ്ട് എല്ലാ നിയമങ്ങളും റദ്ദ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണത്? ഈ നിയമങ്ങളുടെ മുന്നിൽ തുല്യ പരിഗണന അല്ലെങ്കിൽ തുല്യ സംരക്ഷണം എന്ന് പറയുന്നത് ഉള്ള ഒരു നിയമം ഉണ്ടായിട്ട് വേണ്ടേ തുല്യ പരിഗണന കൊടുക്കാൻ? ആ നിയമം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഈ തുല്യത ഉറപ്പാക്കണമെന്നൊന്നും ഒരിടത്തും പറയുന്നില്ല, ഭരണഘടനയിലും പറയുന്നില്ല. അത് സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ നിയമങ്ങളെല്ലാം ഉണ്ടാക്കപ്പെടുന്നത് ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും ബാധകമായിട്ടുള്ള നിയമത്തിൽ തന്നെ എക്സംഷൻസ് ധാരാളം കാണും. എന്നുവെച്ചാൽ സർവമാന പേർക്കും ഒരു എക്സംഷനും ഇല്ലാതെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നിയമം വാസ്തവത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഇനി എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. സർവ്വസാധാരണമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു നിയമമാണ് ശിക്ഷാ നിയമം. ശിക്ഷാ നിയമത്തിൽ തന്നെ ഒരുപാട് എക്സംഷൻസ് ഉണ്ട്. നമ്മളിപ്പം 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങളൊന്നും കുറ്റങ്ങളല്ല, ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചെയ്യുന്നത് ജുവനൈൽ ആക്ട് പ്രകാരമാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അവർക്ക് സാധാരണഗതിയിലുള്ള നടപടികൾ ബാധകമല്ല. അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ബാധകമല്ല, നമുക്ക് ശിക്ഷാർഹമല്ല. അതുപോലെ തന്നെ സ്ഥിരബുദ്ധി ഇല്ലാത്തവർ ചെയ്യുന്ന കുറ്റങ്ങൾ ബാധകമല്ല, അതിനൊന്നും ശിക്ഷയില്ല, അതൊന്നും കുറ്റമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ, അതായത് ഇത് ഒരു ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് എല്ലാവരെയും ബാധിക്കേണ്ട ഒരെണ്ണമാണ്. പക്ഷേ അതിൽ പോലും ഇങ്ങനെ വരുന്നു. ഇനി ഭരണഘടന എല്ലാവരെയും ബാധിക്കുന്നതാണെന്ന് പറയുന്നത്, ഭരണഘടനയിൽ തന്നെ തുല്യത ഈ ആർട്ടിക്കിൾ 14 കഴിഞ്ഞാൽ 15ഉം 16ഉം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം പാടില്ലെന്നാണ്. ആ ആർട്ടിക്കിളിൻ്റെ എക്സംഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ തന്നെ പിന്നോക്ക സമുദായങ്ങൾ എന്നിവർക്ക് അവരുടെ അഭ്യുന്നതിക്ക് വേണ്ടിയും മറ്റും റിസർവേഷൻ ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിനകത്ത് പറയുന്നു. പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാവുന്നതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അത് എവിടെയാണ് ഈ തുല്യത എന്ന് പറയുന്നത്? എവിടെ പോകുന്നപ്പോൾ അവിടെ? അതുപോലെ തന്നെ ഭരണഘടനയിലുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യം, അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞതാണ്. ന്യൂനപക്ഷങ്ങൾ സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റും സ്ഥാപിച്ച് നടത്തിക്കൊണ്ട് പോകാം. അതിന് പ്രത്യേക അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അന്നേരം തുല്യത പോയില്ലേ? അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിയമത്തിൽ, അല്ലെങ്കിൽ ഉള്ള തന്നെ ഒരു നിയമത്തിൽ എല്ലാവർക്കും തുല്യത വേണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ നിയമം ആരെയൊക്കെ ബാധിക്കുന്നോ അവരുടെ ഇടയിലാണ് ഈ തുല്യത നോക്കേണ്ടത്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം എന്നൊരു ക്ലോസ്, എന്നൊരു ആർട്ടിക്കിളിൽ ഭരണഘടന ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് ആ അവകാശം കൊടുക്കുകയും മറ്റൊരു വിഭാഗത്തിന് നിഷേധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഈ തുല്യതയുടെ ലംഘനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.
അവിടെയാണ് ഈ തുല്യത വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റങ്ങളായിട്ട് പറയുന്നപ്പം ഒരാളെ ആക്രമിക്കുന്നു, അത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആക്രമിക്കപ്പെടുന്ന ഒരു വിദേശിയാണെങ്കിലും അയാൾക്ക് ആ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അവിടെ വ്യത്യാസമൊന്നുമില്ല. പൗരനാണോ പൗരനല്ലയോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അയാൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അയാളെ ആക്രമിച്ചവർക്കെതിരായിട്ട് കേസെടുക്കും, അവരെ ശിക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ആ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഈക്വാളിറ്റി ബിഫോർ ലോ, എല്ലാവർക്കും. പക്ഷേ ഇപ്പം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് പറയുന്നതിനകത്ത് വോട്ടർ ആകണമെങ്കിൽ, ഇലക്ടർ ആകണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യൻ പൗരനായിരിക്കണം. ഇവിടെ ഇന്ത്യൻ മണ്ണിൽ എല്ലാവർക്കും തുല്യത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദേശിക്ക് ഇവിടെ വോട്ടവകാശം കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ നിയമത്തിൽ തന്നെ ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക്, 18 വയസ്സ് തികഞ്ഞിരിക്കണം, അങ്ങനെയുള്ളവർക്ക് വോട്ടവകാശമുണ്ട്. അതുകൊണ്ട് 17 വയസ്സ് വരെ ഉള്ളവർ ഒഴിവാക്കി, അത് വിവേചനമാണ്, അത് ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ളവരെയാണ് അത് ബാധിക്കുന്നത്. അവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു നിയമമാണ്. അപ്പോൾ അവരിൽ ഒരാൾക്ക്, 18 വയസ്സിൽ കഴിഞ്ഞ ഒരാൾക്ക് ഈ വോട്ടവകാശം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അത് തുല്യതയുടെ ലംഘനമാണ്. അവിടെയാണ് നമ്മൾ ഈ തുല്യതയുടെ, അതായത് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നിയമം നടപ്പിലാക്കുന്ന പ്രക്രിയയിലാണ് ഈ തുല്യതയും തുല്യ സംരക്ഷണവും ഒക്കെ വരുന്നത്. ഒരു നിയമത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നിയമം നിർമ്മിക്കുമ്പോൾ, അപ്പോൾ അത് 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വോട്ടവകാശം എന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കുമ്പോൾ, നേരത്തെ 21 വയസ്സായിരുന്നു, അങ്ങനെ നിയമം ഉണ്ടാക്കുമ്പോൾ അവിടെ ഈ തുല്യത പാലിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ മുകളിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് നിയമം, ആ വ്യവസ്ഥ. അതിന് 17 വയസ്സുകാരന് ബാധകമാക്കണം, അല്ലെങ്കിൽ തുല്യത പോയി എന്ന് വാദിക്കാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാ നിയമങ്ങളും, ഇപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ഇൻകം ടാക്സിൽ ഇളവ് അനുവദിക്കും. ഇൻകം ടാക്സ് ആ നിയമത്തിൽ പറയുന്ന ഒരു ഇളവാണത്. അതുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ എതിരായിട്ട് വിവേചനം പഠിച്ചു ഇവിടെ തുല്യതയില്ല പോയി എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. 60 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് കൊടുക്കുകയും വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ തുല്യത വഞ്ചിക്കപ്പെടുന്നു. അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അതുകൊണ്ട് ഈ CAA അവിടെ തകർന്നു പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ CAA എന്ന് പറയുന്നത് 2019 ആ നിയമം എന്ന് പറയുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുമ്പ് ഇവിടെ വരികയും ഇവിടെ തുടർന്ന് താമസിക്കാൻ ഗവൺമെൻറ് അവർക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർ ഹിന്ദു, സിഖ്, ബുദ്ധൻ, ജൈനൻ, അതുപോലെ പാഴ്സി, ക്രിസ്ത്യാനി, ഈ 6 വിഭാഗങ്ങളിൽപ്പെട്ട മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അവരെയാണ് ഇത് ബാധിക്കുന്നത്. അങ്ങനെ ബാധിക്കും. അങ്ങനെയുള്ള ഒരു നിയമം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഹിന്ദുവിന് അങ്ങനെ വന്നിട്ടില്ല, ഈ ബാക്കി കണ്ടീഷനെല്ലാം ബാധകമാണ്. പക്ഷേ അയാൾ 2014 ഡിസംബർ 31 മുമ്പ് വന്ന ആളാണ്. അതുപോലെ തന്നെ അയാൾക്ക് താമസിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയ്ക്ക് എതിരാണ്. അയാൾക്ക് നിയമപരമായി തുല്യത അവിടെ ലഭിച്ചില്ലെന്ന് അയാൾക്ക് അവകാശപ്പെടാം, കോടതിയിൽ പോകാം, അങ്ങനെ അയാൾക്കത് നേടിയെടുക്കാം. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻ്റർപ്രട്ടേഷൻ. ആ രീതിയിൽ വേണം ആർട്ടിക്കിൾ 14 നമ്മൾ മനസ്സിലാക്കാൻ, ധരിക്കാൻ. ഇതാണ് ഈ കാര്യത്തിൽ നിങ്ങൾ കാണേണ്ടത്. നന്ദി, നമസ്കാരം.